ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡൂവിനെ പറ്റിയിട്ടും ഡസിനെ പറ്റിയിട്ടുമാണ്. അതായത് ബേസിക് ആയിട്ടുള്ള 2 വാക്കുകളാണ്, പക്ഷെ എല്ലാവർക്കും നല്ല കൺഫ്യൂഷൻ ഉള്ള 2 വാക്കുകളാണ്. ഇതെവിടെ യൂസ് ചെയ്യും, ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള യൂസേജസ് എന്തൊക്കെയാണ്. അപ്പൊ നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ഈ ഡൂവും ഡസും വെച്ചിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ എന്താ, ചോദ്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ വളരെ സിമ്പിൾ ആണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം പിന്നീടായാലും നിങ്ങൾക്ക് ഡൗട്ട്സ് വരുമ്പോൾ വീണ്ടും ഈ വീഡിയോ ഒന്ന് കാണണം എന്നില്ല. നിങ്ങൾക്ക് ആ ജസ്റ്റ് നോട്ട് ചെയ്ത കാര്യങ്ങളൊന്ന് നോക്കിയാൽ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലോട്ട് കയറും. അപ്പോൾ വെറുതെ വീണ്ടും ഈ വീഡിയോ കാണണം എന്നില്ല. സോ നിർബന്ധമായിട്ട് ഞാൻ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കാം ഡൂവും ഡസും വെച്ചിട്ട്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ ഡൂവിൻ്റെയും ഡസിൻ്റെയും മെയിൻ ആയിട്ട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ഡൂ ആയാലും ഡസ് ആയാലും യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഡൂവും ഡസും യൂസ് ചെയ്യും. അപ്പൊ ഈ ഡൂവിനും ഡസിനും ഒരേ ഉപയോഗമാണോ എന്നിപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഒരേ ഉപയോഗമാണെങ്കിൽ എന്തിനാ 2 വാക്കുകൾ, അത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് താഴെ എഴുതിയിരിക്കുന്നത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഓക്കെ, സോ നിനക്ക് കോഫി ഇഷ്ടമാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരാളുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഇപ്പം ഒരാളുടെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, നിനക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ഡൂ യു അല്ലെങ്കിൽ ഡസ് ആണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ ഡൂവും ഡസും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഈ ഡൂ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇവരോട്ട് എഴുതുവാണേ. സോ ഡൂ നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റി സംസാരിക്കുമ്പോൾ. അതായത് ഇപ്പം ഞാൻ പറയാണ് അവർ, അതായത് ദേ, അല്ലെങ്കിൽ ഞങ്ങൾ, വി. ഇപ്പം എൻ്റെ കൂട്ടുകാരെന്നാണ് പറയുന്നതെങ്കിൽ മൈ ഫ്രണ്ട്സ്. ഇപ്പം ഞാൻ 2 പേരുടെ പേരുകളാണ് പറയുന്നതെങ്കിൽ രാഹുൽ ആൻഡ് രേവതി. അപ്പോൾ 2 പേരുണ്ട് അല്ലേ. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഡൂ വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഐ, യു, ഈ വാക്കുകളുടെ കൂടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക, നമ്മൾ ഡൂ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് പ്രത്യേകം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഇതാണ് ഇതിൻ്റെ മെയിൻ കീ. ഈ ഒരു സംഭവം നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഡൂവും ഡസും വെച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ ആക്ച്വലി വളരെ സിമ്പിളാണ്. ഇതിവിടെയാണ് എല്ലാവർക്കും തെറ്റിപ്പോകുന്നത്. എന്താണ് ഇതിൻ്റെ യൂസേജ് എന്ന് പലർക്കും അറിയാം, പക്ഷെ എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. സോ നമ്മൾ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഐ, യു എന്നീ വാക്കുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ ഡൂ ആണ് ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് തോന്നാം ഈ നീ എന്ന് പറയുമ്പോൾ ഒരാളല്ലേ ഉള്ളൂ എന്ന്. നമ്മൾ മലയാളത്തിൽ നീ ഒരാൾ, നിങ്ങൾ ഒന്നിൽ കൂടുതൽ ആളുകളാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇംഗ്ലീഷിൽ യു എന്ന് വെച്ചാൽ നീയോ ആണ്, നിങ്ങളും ആണ്. സോ യു എന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ നോർമലി പ്ലൂറൽ ആയിട്ടാണ്, അതായത് ഒന്നിൽ കൂടുതലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇവിടെ നീ എന്ന് വന്നതുകൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ഡൂ യൂസ് ചെയ്യണം. ഡൂ. ആൻഡ് അഗെയിൻ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ മലയാളത്തിൽ ചോദ്യം ചോദിക്കുമ്പോൾ ആണോ എന്നുള്ള ഈ ചോദ്യത്തിൻ്റെ വാക്ക് ഏറ്റവും എൻഡിലല്ലേ വന്നിരിക്കുന്നത്, അവസാനം വന്നിരിക്കുന്നത്. ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ആ ചോദ്യത്തിനെ സൂചിപ്പിക്കുന്ന വാക്ക്, ക്വസ്റ്റ്യൻ വേർഡ് വച്ച് വേണം നമ്മൾ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യണം, ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യണം. അതിലൊരു കോംപ്രമൈസും ഇല്ല. നമ്മൾ കേട്ടിട്ടില്ല നോർമൽ ക്വസ്റ്റ്യൻസ്, വാട്ട് ഈസ് യുവർ നെയിം, അല്ലെങ്കിൽ ഹൗ ആർ യു. ഇതിലൊക്കെ എന്താ വാട്ട്, ഹൗ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ ഇംഗ്ലീഷിലൊരു ചോദ്യം ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പം നമ്മളിവിടെ ക്വസ്റ്റ്യൻ വേർഡ് എന്താണ്, ഒരു കാര്യം ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നത് കൊണ്ട് ക്വസ്റ്റ്യൻ വേർഡ് എന്താണ്, ഡൂ ആണ്. അപ്പം അത് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, ഡൂ. ഇനി ആരോടാണ് നമ്മൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ആരെപ്പറ്റിയാണ് ചോദ്യം, നിന്നോടാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ നിന്നെപ്പറ്റിയാണ് ചോദ്യം. സോ ആരെപ്പറ്റിയാണോ ചോദ്യം അത് നമ്മൾ, ആ വാക്കാണ് നമ്മൾ രണ്ടാമത് എഴുതേണ്ടത്, ഡു യു. എന്താണ് ചോദ്യം, ഇഷ്ടമാണോ എന്നാണ് അല്ലേ. ഇഷ്ടം എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം, ലൈക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ എക്സ്ട്രീം ഇഷ്ടമാണെങ്കിൽ ലവ് എന്ന് പറയാം. സോ നമുക്ക് എന്തായാലും കോഫി ആയതുകൊണ്ട് ലൈക്ക് യൂസ് ചെയ്യാം അല്ലേ. സോ ഡു യു, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലൈക്ക് കൊടുക്കേണ്ടത്, ലൈക്ക് കോഫി. അത്രേ ഉള്ളൂ, സിമ്പിൾ അല്ലേ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റി പറയുകയാണെങ്കിൽ ആ ആളുകൾക്ക് ഒരു കാര്യം ഇഷ്ടമാണോ എന്ന് ചോദിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഐ, യു എന്നൊക്കെയാണ് സബ്ജക്റ്റ് എങ്കിൽ നമ്മൾ അവിടെ എന്ത് കൊടുക്കണം, ഡു കൊടുക്കണം. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് വേണം നമ്മുടെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതിനുശേഷം ആരോടാണോ ചോദ്യം, അല്ലെങ്കിൽ ആരെപ്പറ്റിയാണോ ചോദ്യം, ആ ആളുടെ പേര് എഴുതാം. എന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, സോ ഇത് കമ്പാരിറ്റീവ്ലി ഒരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. നമുക്ക് കുറച്ചുകൂടി ഒരു വലിയ സെൻറ്റൻസ് ക്വസ്റ്റ്യൻ നോക്കാം. അവൻ പുസ്തകം വായിക്കാറുണ്ടോ?
അവൻ പുസ്തകം വായിക്കാറുണ്ടോ? ഡൂവും ഡസും വെച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന എപ്പോഴൊക്കെയാണ്, ഏതൊക്കെ സിറ്റുവേഷനിലാണ്? ഒന്നൊരു കാര്യം ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മളിപ്പോൾ നോക്കി. മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കാര്യം ഒരാൾ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ടോ. ഇത് ഞാനിങ്ങനെ നിങ്ങൾ അവസാനം നോട്ട് ചെയ്ത് വയ്ക്കാനിരിക്കരുത്, ഞാൻ പറയുമ്പോൾ തന്നെ നോട്ട് ചെയ്ത് പോവാം. എന്താണെന്ന് വെച്ചാൽ അവസാനം ഇതുകൊണ്ട് ഒരു ഉജാല മുഖ്യ അവസ്ഥയായി പോകും ഞാൻ ഇതിൽ എഴുതി കഴിയുമ്പോഴത്തേക്ക്. സോ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇപ്പം തന്നെ നോട്ട് ചെയ്ത് വെക്കോ. സോ ചെയ്യാറുണ്ടോ, അതായത് സ്ഥിരമായിട്ടൊരു കാര്യം, സ്ഥിരമായിട്ടൊരു കാര്യം, അതിപ്പോൾ ചിലപ്പോൾ ഡെയിലി ആകാം, ഒന്നരാടാകാം, ആഴ്ച ഒരിക്കലാകാം, മാസത്തിൽ ഒരിക്കലാകാം. പക്ഷെ പൊതുവെ ഒരു കാര്യം ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഡു വെച്ചിട്ടോ ഡെസ് വെച്ചിട്ടോ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഉദാഹരണത്തിന്, നീ പത്രം വായിക്കാറുണ്ടോ, അവിടെ നീ സ്ഥിരം കാണാറുണ്ടോ, നീ ബൈക്കിൽ ഓഫീസിൽ പോകാറുണ്ടോ, നീ കാർ എടുത്ത് ഓഫീസിൽ പോകാറുണ്ടോ. ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ, അങ്ങനത്തെ റെഗുലർ അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് നമ്മൾ ഡു അല്ലെങ്കിൽ ഡെസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അവൻ പുസ്തകം വായിക്കാറുണ്ടോ, ഇവിടെ എന്താ നമ്മുടെ ചോദ്യം? അവൻ എന്ന് പറയുന്ന ആള് സ്ഥിരമായിട്ട് എന്ത് ചെയ്യാറുണ്ടോ, പുസ്തകം വായിക്കാറുണ്ടോ എന്നാണ് നമ്മുടെ ചോദ്യം. സോ ഇവിടെ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വേർഡാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഡു യൂസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ എപ്പോഴാണ് ഡു യൂസ് ചെയ്യുന്നത്? ഒരാളെ പറ്റിയിട്ട് സംസാരിക്കുമ്പോഴാണ്, അല്ല ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റി സംസാരിക്കുമ്പോഴാണ്. ഇവിടെ അവൻ എന്ന് പറയുമ്പോൾ ഒരാളാണോ ഒന്നിൽ കൂടുതലാണോ? ഒരാളാണ്. ഒരാളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ഡെസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ഇപ്പം അവൻ ഹി, അല്ലെങ്കിൽ അവൾ ഷീ, അല്ലെങ്കിൽ ഒരു പേര് ഫോർ എക്സാമ്പിൾ രേവതി. അങ്ങനെ ഒരാളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. മൈ മദർ, മൈ ഫാദർ, മൈ ഫ്രണ്ട്, അങ്ങനെയൊക്കെ മൈ സ്റ്റുഡൻറ്റ്, ഇതൊക്കെ ഒരാളാണ് അല്ലേ. ഒരാൾ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ നമ്മുടെ ചോദ്യത്തിന് എങ്ങനെയാണ് ചോദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഡെസ് വെച്ചിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഡെസ്. ഓക്കെ, ഡെസ്. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ എഴുതി ഡെസ്. ഇനി ആരെ പറ്റിയിട്ടാണ് ചോദ്യം? അവനെ പറ്റിയിട്ടാണ് അല്ലേ ചോദ്യം. അപ്പൊ ഡെസ് ഹി. ഇനി അടുത്തെന്താ എഴുതേണ്ടത്? നമ്മൾ ഇവിടെ അവൻ കഴിഞ്ഞാൽ പുസ്തകം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് എഴുതാൻ പറ്റുമോ? ഡെസ് ഹി ബുക്ക് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സോ നമ്മൾ ആരെ പറ്റിയിട്ടാണ് ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്താണ് അവിടുത്തെ പ്രവൃത്തി, എന്ത് ചെയ്യാറുണ്ടോ, ആളെ എന്താണ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അത് വേണം നമ്മൾ അടുത്തെഴുതാനായിട്ട്. ഓക്കെ, സോ ഇവിടെ വായിക്കാറുണ്ടോ എന്നാണ് ചോദിക്കുക. വായിക്കുക എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാ? റീഡ്. സോ ഡസ് ഹി റീഡ് പുസ്തകങ്ങൾ എന്നാക്കാം. ഡസ് ഹി റീഡ് ബുക്സ്? അവൻ പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ, അല്ലെങ്കിൽ പുസ്തകം വായിക്കാറുണ്ടോ? ഓക്കെ, സിമ്പിൾ അല്ലേ? വിചാരിച്ചത്ര പ്രയാസമുണ്ടോ? ഇല്ല അല്ലേ. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രാക്ടീസ് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾ ആദ്യമേ പോയി റോട്ടിലോട്ട് ഇറങ്ങുക, കാണുന്നവരോടൊക്കെ ഇത് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നല്ല ഞാൻ പറയുന്നത്. അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. കാരണം നമുക്ക് സെൻറ്റൻസ് എങ്ങനെ ഫോം ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? ഒരു ബുക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ നിങ്ങൾ ചോദിക്കുന്നത് മനസ്സിൽ വിചാരിച്ച് അത് ഇംഗ്ലീഷിൽ എഴുതുക. അപ്പം മനസ്സിൽ നന്നായിട്ട് കയറും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യുക. പിന്നെ അത് നോർമലായിട്ട് വന്നോളും. അങ്ങനെ വേണം. അല്ലാതെ ആദ്യമേ ചാടി ഇറങ്ങി ഞാൻ എല്ലാവരോടും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും ഇത് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വിചാരിക്കരുത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇനി അവർ എന്നും ക്ലാസ്സിൽ വരാറുണ്ടോ? ഇത് നമ്മൾ എങ്ങനെ ചോദിക്കും? അവരെന്ന് പറയുന്ന ഈ ആളുകൾ എന്നും എന്ത് ചെയ്യാറുണ്ടോ? ക്ലാസ്സിൽ വരാറുണ്ടോ എന്നാണ് ചോദ്യം. സോ ഹൗ ക്യാൻ വി സ്റ്റാർട്ട് ദ ക്വസ്റ്റ്യൻ? എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട്. ഈ അവരെന്ന് പറയുമ്പോൾ ഒരാളാണോ അതോ ഒന്നിൽ കൂടുതലാണോ? അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒന്നിൽ കൂടുതലാണ്, അപ്പോൾ ഡു ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഡു. ഇനി ആരെ പറ്റിയിട്ടാണ് ചോദ്യം? അവരെ പറ്റിയിട്ടാണ് ചോദ്യം അല്ലേ. സോ ഡു ദേ. അവരെന്ന് പറയുമ്പോൾ ദേ. ഇനി എന്ത് ചെയ്യാറുണ്ടോ? എന്താണ് ഇവിടുത്തെ പ്രവൃത്തി? എന്ത് ചെയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നവര്. സോ ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് എഴുതി, ആരെ പറ്റിയിട്ടാണ് ചോദ്യം, അവരുടെ കാര്യം എഴുതി. അതിനുശേഷം ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ് പ്രവൃത്തി എന്നാണ്. എന്താണ് പ്രവൃത്തി? വരാറുണ്ടോ? സോ ഡു ദേ കം. ഡു ദേ കം എങ്ങോട്ടാണ്? ക്ലാസ്സിലേക്ക്. സോ ക്ലാസ്സിലേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സ്ഥലത്തേക്ക് എന്നായതുകൊണ്ട്, ഒരു ഡിറക്ഷൻ ആയതുകൊണ്ട് സോ ഡു ദേ കം ടു ദി ക്ലാസ്. ഇനി എന്നും എങ്ങനെ പറയാ? നമുക്കൊന്നെങ്കിൽ ഡെയിലി പറയാം, അല്ലെങ്കിൽ എവ്രി ഡേ. ഡു ദേ കം ടു ദി ക്ലാസ് എവ്രി ഡേ. എവ്രി ഡേ രണ്ട് വാക്കുകളാണ് കേട്ടോ, ഒറ്റ വാക്കല്ല. ഇത് ഇവിടെ രണ്ട് വാക്കാണ്. എന്നും എന്ന് പറയുമ്പോൾ രണ്ട് വാക്കാണ്. എവ്രി ഡേ. സോ ഡു ദേ കം ടു ദി ക്ലാസ് എവ്രി ഡേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. നീ അവരെ കാണാറുണ്ടോ? സോ ഇതെന്താണ് ഈ ചോദിക്കുന്നത്? നീ അവരെ കാണാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വല്ലപ്പോഴും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പൊതുവെ ചോദിക്കുകയാണ്. കാണാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? കാണാറുണ്ടോ, ഒരു കാര്യം ചെയ്യാറുണ്ടോ എന്നാണല്ലേ, സംഭവിക്കാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നീ കാണാറുണ്ടോ എന്ന് ചോദിക്കുമ്പം ഏതായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ്? നീ, യു എന്ന വാക്ക് വരുമ്പോൾ ഡു ആണ് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് കൊടുക്കേണ്ടത്. സോ ഡു.
ഇനി ആരോടാണ് ചോദ്യം? നിന്നോടാണ്, അല്ലെങ്കിൽ നിന്നെ പറ്റിയാണ് ചോദ്യം. സോ ഡു യു അവരെ കാണാറുണ്ടോ എന്നാണ്. ഇവിടെ അവരെന്ന് കാണുമ്പോഴത്തേക്ക് ചാടിക്കേറി ദമ്മെന്നൊന്നും കൊടുക്കരുത്, തെറ്റിപ്പോവും. എന്താണ് അടുത്ത് കൊടുക്കേണ്ടത്? പ്രവൃത്തി എന്താണ്, എന്ത് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നത്, കാണാറുണ്ടോ എന്നാണ്. സോ ഡു യു ഒന്നെങ്കിൽ കാണുക എന്ന് പറയുമ്പോൾ 2 മീനിങ് ആണ്. ചിലപ്പോൾ ദൂരെ നിന്ന് കാണുന്നതായിരിക്കും, അല്ലെങ്കിൽ പോയി സംസാരിക്കുന്നതും ആയിരിക്കാം. സോ ഡു യു മീറ്റ് ദം എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ സീ ദം എന്ന് ചോദിക്കാം, രണ്ടും ചോദിക്കാം. ഓക്കെ, ഡിപ്പെൻസ് ഓൺ വാട്ട് യു ആർ ഡൂയിങ്. ഓക്കെ, സോ ഡു യു മീറ്റ് ദം അല്ലെങ്കിൽ ഡു യു സീ ദം, അത്രയേ ഉള്ളൂ. ഇനി അടുത്ത്, അവൾ നിന്നെ എന്നും വിളിക്കാറുണ്ടോ? സോ അവൾ നിന്നെ എന്നും വിളിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഫസ്റ്റ് ഇവിടെ അവളെന്നാണ് കൊടുത്തിരിക്കുന്നത്. അവൾ ഒരു കാര്യം ചെയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്തായിരിക്കും ഇവിടുത്തെ ക്വസ്റ്റ്യൻ വേർഡ്? എന്തായിരിക്കും? ഡസ് ആയിരിക്കും. സോ ഡസ്. ഇനി ആരെ പറ്റിയിട്ടാണ് ചോദ്യം? അവളെ പറ്റി. ഡസ് ഷീ എന്ത് ചെയ്യാറുണ്ടോ എന്നാണ്, വിളിക്കാറുണ്ടോ, അതാണ് അടുത്ത് എഴുതേണ്ടത്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി അതാണ് വരേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേർഡ്, പിന്നെ ആരെ പറ്റിയിട്ടാണ് ചോദ്യം, പിന്നെ എന്താണ് ചോദ്യം, എന്ത് ചെയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഡസ് ഷീ കോൾ. ഇനി ആരെ വിളിക്കാറുണ്ടോ എന്നാ, നിന്നെ. ഡസ് ഷീ കോൾ യു? ഒന്നെങ്കിൽ എവറി ഡേ അല്ലെങ്കിൽ ഡെയിലി, എന്ത് വേണേലും നിങ്ങൾക്ക് ചോദിക്കാം. അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ഓക്കെ, അത്ര സിമ്പിളാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര പ്രയാസമൊന്നുമല്ല എന്ന് കരുതി നിങ്ങൾ ഇത് പ്രോപ്പറായിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യാതെ ഇത് കാണാപ്പാഠം പഠിച്ച് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിസ്റ്റേക്സ് വരും. പിന്നെ നിങ്ങൾ പരാതി പറയും, ഇത് പഠിച്ചിട്ടും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, ഗ്രാമർ പഠിച്ചിട്ട് സംസാരിക്കാൻ പറ്റില്ല. എന്നാൽ ഗ്രാമർ പഠിച്ചിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യാതെ സംസാരിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ആദ്യം ഒന്ന് എഴുതി മനസ്സിൽ കയറ്റുക. വെറുതെ ഇത് കാണാപ്പാഠം എഴുതാന്നല്ല പറയുന്നത്. നിങ്ങൾ ചോദിക്കാറുള്ള ചോദ്യങ്ങളുണ്ടല്ലോ, നീ കാപ്പി കുടിക്കാറുണ്ടോ, നീ പുക വലിക്കാറുണ്ടോ, നീ സിനിമ കാണാറുണ്ടോ, അങ്ങനെ കുറേ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. ആ ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബുക്കിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഈ ഒരു രീതിയിൽ എഴുതി പോവാം. മലയാളം എഴുതിയേ വേണ്ട, ചിന്തിച്ച് ഇംഗ്ലീഷിൽ തന്നെ എഴുതി പോവാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇത് മനസ്സിൽ കയറത്തുള്ളൂ. നിങ്ങൾ ഫ്ലുവൻ്റ് ആയിട്ട് നാച്ചുറൽ ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. പ്രോപ്പർ പ്രാക്ടീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ഞാനൊരു ക്വസ്റ്റ്യൻ തരുന്നുണ്ട്. നീ സിനിമ കാണാറുണ്ടോ? ഈ ചോദ്യം എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം എന്നുള്ളത് നിങ്ങളൊന്ന് കോമെൻറ്റ് ചെയ്യുക. ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വലിയ നീട്ടിലൊന്നുമില്ല, ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. നീ സിനിമ കാണാറുണ്ടോ? ഡെയിലി നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനുമാണ്. ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ കോമെൻറ്റ് ചെയ്യുക. ഇപ്പം ഞാൻ പഠിപ്പിച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കോമെൻറ്റ് ചെയ്യുക. അതല്ല നിങ്ങൾക്കത് കോമെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഞങ്ങൾക്കൊരു മെസ്സേജ് അയക്കാവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണ്, ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രം കേട്ടോ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ ഫോളോ ചെയ്യുക. അതേപോലെ ഒരു ട്രെയിനറിൻ്റെ സഹായത്തോടു കൂടി ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള കോഴ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഗ്രാമർ ക്ലാസ്സസ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഗ്രാമർ ക്ലാസ്സസ് ഇല്ലാതെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്ന കോഴ്സ് ഉണ്ട്, ലൈവ് വീഡിയോ ക്ലാസ്സസ് ഉണ്ട്. അതിലേക്ക് ഏതിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ഒരു ഡെമോ ക്ലാസ്സും അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ this is Revati Krishnan signing off from English Mitra. Have a blessed English Mitra. Stop worrying, start learning.